ഹലോ ഫ്രണ്ട്സ്, ഗുജറാത്ത് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു ജനുവരി തുടങ്ങിയതിന് ശേഷം 2025 തുടങ്ങിയതിന് ശേഷം 60% നേട്ടം ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു 5 ട്രേഡിംഗ് സെഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 15 മുതൽ 16% നേട്ടം ഈ സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 6 മാസത്തെ കണക്കെടുക്കുമ്പോൾ 58.6% നേട്ടമാണ് ഈ ഓഹരിയിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏകദേശം 60%-ലധികം ഈ സ്റ്റോക്ക് നേട്ടം കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സ്റ്റോക്ക് ഇപ്പോൾ ചർച്ചയിൽ വരാൻ കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ ക്യാബിനറ്റിൽ അംഗീകരിച്ച ചില റയർ എർത്ത് മാഗ്നറ്റ് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട 7,000 കോടി രൂപയുടെ ഒരു 7,300 കോടി രൂപയുടെ ഒരു പ്ലാൻ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു കമ്പനി GMDC ആണ് എന്നുള്ളതിലാണ്. എന്താണ് GMDC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മെർച്ചൻറ്റ് സെല്ലറാണ്. ലിഗ്നൈറ്റ്, ബോക്സൈറ്റ്, അതുപോലെ തന്നെ കാൽസിനൈസ്ഡ് ബോക്സൈറ്റ്, ഫ്ലൂറോസ്പർ, മാംഗനീസ് ഓർ ഇങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട ധാതുക്കളും മൈൻ ചെയ്ത് വിൽക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അവർ പവർ ജനറേഷനിലും വർക്ക് ചെയ്യുന്നുണ്ട്. പല ഇൻഡസ്ട്രീസിനും ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന കാൽസ്യം, ഈ ബോക്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ കമ്പനി. പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽ, കെമിക്കൽ, സെറാമിക്സ്, ബ്രിക്സ് പോലുള്ള പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ബോക്സൈറ്റും കാൽസിനൈറ്റും ഒക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. പ്രധാനപ്പെട്ട 6 ലിഗ്നൈറ്റ് മൈനുകളാണ് ഈ കമ്പനിക്കുള്ളത്. ഏകദേശം 90 ലക്ഷം ടൺ ആണ് ഒരു വർഷം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലിഗ്നൈറ്റിൻ്റെ മാത്രം. GMDC ഈ സമയത്ത് ഈ പറഞ്ഞ ഇന്നലെ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ച പദ്ധതി പ്രകാരം 7,300 കോടി രൂപ റയർ എർത്ത് അപൂർവ ധാതു സങ്കര ഇനത്തിൽ ഖനനം ചെയ്യുന്നതിനും അതിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ഗവൺമെൻറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്നത് GMDC ആണ് എന്നുള്ളൊരു അനുമാനമാണ് ഇത്രയും വലിയ മുന്നേറ്റം കാണിച്ചു വെച്ചിരിക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിലേക്ക് വന്നിരിക്കുകയാണ്. 2021-22 സമയത്ത് ഏകദേശം 60 രൂപ 70 രൂപ ഉണ്ടായ സ്റ്റോക്കാണ് ഇപ്പോൾ 600 രൂപയ്ക്ക് മുകളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 150 ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ കാപ്പക്സ് പ്ലാനാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് കമ്പനി അടുത്ത 2-3 വർഷം കൊണ്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ 70 ബില്യൺ അവർ വിലയിരുത്തിയിരിക്കുന്നത് ലിഗ്നൈറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. 25 ബില്യൺ അവരുടെ ഒഡീസയിലുള്ള പ്ലാന്റുകളിലേക്ക് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. 40 ബില്യൺ അവർ വെച്ചിരിക്കുന്നത് റയർ എർത്ത് മെറ്റൽസിന് വേണ്ടി മാത്രമായിട്ടാണ്. ഇവർ ബ്ലൂ ഹൈഡ്രജൻ പ്രൊഡക്ഷനും ഒഡീസയിൽ നടത്തുന്നുണ്ട്. കോൾ ഗ്യാസിഫിക്കേഷൻ പ്രകാരമാണ്. അതുവഴി ക്ലീൻ എനർജി സോഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയും കൂടി കമ്പനിക്കുണ്ട്. ഏകദേശം വാല്യൂഷൻ ഇപ്പോൾ കുറച്ചൊരു ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കറക്ഷനിൽ നമുക്ക് എത്തിച്ചു ഒരു 2-3 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ്. പക്ഷേ കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം സ്റ്റോക്കിൽ എൻട്രി ചെയ്യുക എന്നുള്ളതാണ് പറയാൻ.